2016 നവംബർ മാസം 8-ാം തീയതി ഇന്ത്യ കണ്ട അടുത്ത കാലത്ത് കണ്ട ഏറ്റവും വലിയ പ്രഖ്യാപനം നരേന്ദ്രമോദിജി അദ്ദേഹം 1000-ന്റെയും 500-ന്റെയും നോട്ട് നിർത്തലാക്കി. നല്ലത് എന്ന് അഭിപ്രായപ്പെടുന്നവരുമുണ്ട്, തിന്മ എന്ന് അഭിപ്രായപ്പെടുന്നവരുമുണ്ട്. അതിനെക്കുറിച്ച് പറയാനോ അതിനെക്കുറിച്ച് വിശകലനം ചെയ്യാനോ ഉള്ള അറിവോ യോഗ്യതയോ എനിക്കില്ല. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് പറയാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. വേദപുസ്തകത്തിലെ ഒരു രംഗമുണ്ട്. യേശുവിന്റെ അടുക്കൽ നികുതിയെക്കുറിച്ച് ചോദിക്കുമ്പോൾ യേശു തമ്പുരാൻ ഒരു പണം ചോദിച്ചു മേടിച്ചിട്ട് പറയുന്നുണ്ട്, ഇത് ആരുടെ സ്വരൂപവും മേലെഴുത്തുമാണ്. അത് കൈസറുടെ എന്ന് പറയുമ്പോൾ കൈസർക്കുള്ളത് കൈസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുപ്പീൻ എന്ന് പറയുന്നുണ്ട്. രൂപയുടെ മൂല്യം ശോഷിച്ചപ്പോൾ, രൂപയുടെ മൂല്യം എടുത്തു കളഞ്ഞപ്പോൾ 500-ന്റെയും 1000-ന്റെയും നോട്ടിന് സംഭവിച്ചതെന്ത്? അതേപോലെ തന്നെ ഞാനും നിങ്ങളുമാവുന്ന ദൈവത്തിന് ഉള്ളതിന്റെ മൂല്യം എടുത്തു കളയുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് തിരിച്ചറിയേണ്ടത് ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ അനിവാര്യതയാണ്. ഒന്നാമതായിട്ട് ചില പോയിന്റുകൾ മാത്രമായിട്ട് ഞാൻ പറഞ്ഞു പോട്ടെ. ഒന്നാമതായിട്ട് 2018 നവംബർ മാസം 8-ാം തീയതി വൈകുന്നേരം 8 മണി വരെ നമ്മൾ ആരും ഇത് അറിഞ്ഞിട്ടില്ല. ഒരു സെക്കൻഡ് കൊണ്ട് നമ്മൾ മനസ്സിലാക്കി നോട്ട് വിഡ്രോ ചെയ്തിരിക്കുന്നു. ഒരു തീരുമാനവും കൈക്കൊള്ളുവാൻ ആരെ കൊണ്ടും കഴിഞ്ഞില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, എനിക്കും നിങ്ങൾക്കും രൂപവും ഛായയും തന്നവൻ വിചാരിച്ചാൽ ഒരു നിമിഷം കൊണ്ട് എന്റെയും നിങ്ങളുടേതും മൂല്യം എടുത്തു കളയാം. എന്നെ നിങ്ങളെ ഒന്നുമല്ലാണ്ടാക്കിയെടുക്കാൻ കഴിയും. 1000-ന്റെ 500-ന്റെ നോട്ട് അതിന്റെ തലപ്പത്തിരിക്കുന്ന ആളുകൾ വിചാരിച്ചപ്പോൾ ഒന്നുമല്ലാതാക്കി എടുക്കാൻ ശ്രമിച്ചെങ്കിൽ നമ്മളെയും ഒന്നുമല്ലാതെ ആക്കിയെടുക്കാനായിട്ട് സാധിക്കും. 2, 1000-ന്റെയും 500-ന്റെയും നോട്ട് 8-ാം തീയതിക്ക് ശേഷം ഇങ്ങോട്ട് നമ്മുടെ കയ്യിലിരുന്നാൽ പിന്നീട് അതിന് ഉപയോഗമില്ല. അത് വിനിമയ മാർക്കറ്റിൽ ഉപയോഗിക്കാനായിട്ട് വലിയ പ്രയാസമാണ്, അല്ലെങ്കിൽ കൊള്ളില്ല. ഞാനും അത് തന്നെ പറയുന്നു. മൂല്യം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഞാനും നിങ്ങളെയും എന്തുദ്ദേശത്തിന് സൃഷ്ടിക്കപ്പെട്ടോ, എന്ത് ഉദ്ദേശത്തിന് ഈ ഭൂമിയിൽ ആക്കി വെച്ചോ, അത് പിന്നെ പ്രയോജനമില്ലാതെ മാറുക. അതുകൊണ്ട് മൂല്യം വളരെ പ്രധാനമാണ്. മൂന്നാമതായി, ഇത് പണ്ട് 1000-ന്റെ 500-ന്റെ നോട്ട് നൽകാമെന്ന് പറഞ്ഞാൽ വലിയ സന്തോഷം. പിന്നീട് ഇതിന്റെ മൂല്യം എടുത്തു കളഞ്ഞപ്പോൾ ഇത് ആർക്കെങ്കിലും കൊടുക്കാമെന്ന് പറഞ്ഞാൽ അവർക്ക് ഈ നോട്ട് വേണ്ട. ഞാനും അത് തന്നെ പറയുന്നു. ഒരു കാലം നമ്മളെ വേണമെന്ന് പറഞ്ഞ ആളുകൾക്ക് നമ്മുടെ മൂല്യം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് നമ്മളെ വേണ്ട എന്നുള്ള അവസ്ഥയിലാകും എന്ന് നമ്മൾ തിരിച്ചറിയണം. ഈ 500-ന്റെ 1000-ന്റെ നോട്ട് പോക്കറ്റിൽ കൊണ്ടു നടക്കുന്നത് അഭിമാനമായി കാണുന്ന രീതിയിലുണ്ടായിരുന്നു. പോക്കറ്റിന് വെളിയിലോട്ടൊക്കെ 500-ന്റെ 1000-ന്റെ നോട്ടൊക്കെ വെച്ചുകൊണ്ട് നടക്കുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്. പിന്നീട് ഈ നോട്ടിന്റെ മൂല്യം എടുത്തു കളഞ്ഞപ്പോൾ ഇത് കൊണ്ടു നടക്കുന്നത് അഭിമാനമായി ആരും കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, മൂല്യമുള്ള സമയത്ത് നമ്മളെ കൊണ്ടു നടക്കാനും നമ്മൾ വീട്ടിൽ ചെല്ലുന്ന സന്തോഷമായിട്ടും നമ്മൾ അവരുടെ കൂടെ പോകുന്ന സന്തോഷമായിട്ടും കാണുന്നവരുണ്ട്. നമ്മുടെ മൂല്യം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, നമ്മുടെ മൂല്യം നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ അവരുടെ കൂടെ നടക്കുന്നവർക്ക് അഭിമാനമായി അവർ കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മാത്രമല്ല, മൂല്യം ഇല്ലാത്ത നോട്ട് കൊണ്ടു നടക്കുന്നത് കുറ്റകരമാണിപ്പോൾ. അങ്ങനെയാണ് ഞാൻ പറയും, മൂല്യമില്ലാത്തവരെ കൂടെ കൊണ്ടു നടക്കുന്നത് കുറ്റകരമാണ്. അത് കൂടുതൽ പാപത്തിലേക്കും കൂടുതൽ മൂല്യമില്ലായ്മയിലേക്കും നാശത്തിലേക്കും നമ്മളെ കൊണ്ടുവന്ന് എത്തിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. മൂല്യം ഉള്ള നോട്ട് എത്ര പഴകിയാലും അതിനകത്ത് നമ്മൾ പ്ലാസ്റ്റർ ചിലപ്പോൾ ഒട്ടിക്കും. ചെറിയ കീറലുണ്ടെങ്കിൽ പ്ലാസ്റ്റർ ഒട്ടിക്കും. ചിലപ്പം അതിനകത്ത് അഴുക്ക് പറ്റിയാൽ കഴുകും, കലക്കവെള്ളത്തിൽ വീണാൽ. പിന്നെ ചിലപ്പോൾ നമ്മൾ തേച്ചുണക്കി വൃത്തിയായിട്ട് സൂക്ഷിക്കും. കാരണം ഞാൻ പറഞ്ഞു, മൂല്യമുണ്ടെങ്കിൽ അത് എത്ര പനലായാലും നമ്മൾ അത് സൂക്ഷിച്ചു വെക്കാൻ ശ്രമിക്കും, വൃത്തിയായിട്ട് വെക്കാൻ ശ്രമിക്കും. മൂല്യമില്ലാതെ പോയാൽ ഇത് വലിച്ചീറി കളയത്തേ ഉള്ളൂ, അല്ലെങ്കിൽ കത്തിച്ച് കളയത്തേ ഉള്ളൂ, അല്ലെങ്കിൽ കൊണ്ടുവന്ന് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത് കളയത്തേ ഉള്ളൂ. തോടിലൂടെ ഒഴുകി വന്നു എന്ന് പറയും. ഇത് തന്നെ നമ്മുടെ അവസ്ഥ. മൂല്യമുള്ള കാലത്തോളം നമ്മളെ അവർ പരിചരിക്കും. ആരെങ്കിലുമൊക്കെ പറയും, ഗാന്ധിജിയെ പോലുള്ളവരെ അല്ലെങ്കിൽ മഹാന്മാരായിട്ടുള്ള ആളുകളുടെയൊക്കെ പ്രായാധിക്യത്തിലായാൽ പോലും അവരെ പരിചരിച്ചതിന്റെ കാരണം അവരിൽ മൂല്യമുള്ളതുകൊണ്ടാണ്. മൂല്യമില്ലാതെ പോയി കഴിഞ്ഞാൽ ഏത് പ്രായത്തിലിരുന്നാലും നമ്മളെ ആർക്കും വേണ്ടാതാവും. 500-ന്റെയും 1000-ന്റെയും നോട്ടിനെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. നല്ല മനോഹരമായ നോട്ടായിരുന്നു. ഇപ്പോഴത്തെ 2000-ന്റെയും 500-ന്റെയും പരിഗണിക്കുമ്പോൾ മനോഹാരിത കൂടിയ നോട്ടായിരുന്നു, വലിപ്പം കൂടിയ നോട്ടായിരുന്നു. മൂല്യം പോയതോടുകൂടി അത് ആർക്കും വേണ്ടാതായി. ഞാനും അതിനെ ഇങ്ങനെ കാണുന്നു. നമുക്കൊത്തിരി സൗന്ദര്യം ഉണ്ടായിരിക്കാം, നമുക്കൊത്തിരി ആരോഗ്യം ഉണ്ടായിരിക്കാം, വലിപ്പം ഉണ്ടായിരിക്കാം. പക്ഷെ നമ്മളിലെ മൂല്യം പോയി കഴിഞ്ഞാൽ പിന്നീട് ഈ നോട്ട് ആർക്കും വേണ്ടാതായി മാറുന്ന പോലെ നമ്മളെയും ആർക്കും വേണം. നമ്മൾ എത്ര സൗന്ദര്യമുള്ളവരായിരുന്നാലും, എത്ര ആരോഗ്യമുള്ളതായിരുന്നാലും, എത്ര വലിപ്പമുള്ള കുടുംബത്തിലെ ആയിരുന്നാലും
പിന്നീട് ഇത് ആർക്കും വേണ്ടാതെ ആയിത്തീരും, യാതൊരു സംശയമില്ല. മൂല്യം പോയി കഴിഞ്ഞിട്ട് വാട്സപ്പിൽ ഇറങ്ങിയ ഒരു പ്രത്യേക പടമുണ്ട്, അത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. ഈ നോട്ട് മടക്കി വെച്ചിട്ട് അതിനകത്ത് കപ്പലണ്ടി നിറച്ചിട്ട് ആളുകൾ കഴിക്കാൻ ഉപയോഗിക്കുന്നതായിട്ടുള്ള രീതിയിലൊരു പടം, വളരെ ചുരുങ്ങിയ ഒരു പടം. ഞാനും ഇങ്ങനെ പറയുന്നുണ്ട്, മൂല്യമുള്ള കാലത്തോളം ഇത് പേഴ്സിനകത്ത് കൃത്യമായി മടക്കി വെക്കാനും ബോധമുള്ളവൻ ഇത് ചുരുട്ടുന്ന കണ്ടു കഴിഞ്ഞാൽ വഴക്ക് പറയുകയൊക്കെ ചെയ്യും. പക്ഷേ മൂല്യം പോയി കഴിഞ്ഞാൽ ഇതിന്റെ ഉപയോഗം വെറും കപ്പലിന്റെ വേസ്റ്റ് ഇടാൻ വേണ്ടി മാത്രമായി മാറും. നമ്മുടെ ചിന്തയിലും അത് വരട്ടെ. മൂല്യമുള്ള സമയത്ത് നമ്മളെ സൂക്ഷിച്ചു വെക്കും ആളുകൾ, നമ്മുടെ കൂടെ നിൽക്കും. മൂല്യം പോയാൽ ഇതിനെ വളച്ചു ഒടിക്കും, ഒരു ഉപയോഗവും ഇല്ലാതെ മാറ്റിയെടുക്കും, തട്ടിക്കളിക്കും ജനം. ഒപ്പം തന്നെ നിങ്ങൾ പത്രത്തിൽ വായിച്ചു കാണും, ഈ മൂല്യം നഷ്ടപ്പെട്ട 500-ന്റെയും 1000-ന്റെ നോട്ടുകൾ അരച്ചിട്ട് ബേസ്മെന്റുള്ള അല്ലെ പ്ലൈവുഡ് ആക്കി മാറ്റി. ഞാനും അത് തന്നെ പറയട്ടെ, ഇന്ന് അഭിമാനത്തോടെ ഇരിക്കുന്നുവെങ്കിൽ, ഇന്ന് അഭിമാനമുള്ള ജീവിതമുണ്ടെങ്കിൽ, നമ്മുടെ ജീവിതത്തിന്റെ മൂല്യം പോയാൽ ഇത് ഒന്നുമല്ലാണ്ട് അരച്ച് ഒന്നുകിൽ സുപ്രീം കോടതി ഉൾപ്പെടെ തൂക്കിക്കൊല്ലാനായിട്ട് വിധിക്കുക, അല്ലെ നാട്ടുകാർ തല്ലിക്കൊല്ലുകയോ ചെയ്യും. മൂല്യം പോയാലുള്ള വലിയ അവസ്ഥ. ഒരുപാട് മൂല്യം പോയ നോട്ടുകൾ കയ്യിലിരുന്നാൽ ഒരുപാട് പ്രതിസന്ധിയാണ്. അതെങ്ങനെ മാറുമെന്നറിയില്ല. മൂല്യം പോയത് കുറച്ചൊക്കെ ആണെങ്കിൽ നമുക്കത് എങ്ങനെയെങ്കിലും പെട്രോൾ പമ്പിലൊക്കെ കൊടുത്ത് മാറിയെടുക്കാം. ഒരുപാട് മൂല്യം കൂടി കുറഞ്ഞ നോട്ടുകൾ കൈവച്ചിരിക്കുകയാണ് എങ്കിൽ അത് മാറിയെടുക്കാൻ കഴിയില്ല. പറഞ്ഞതിന്റെ കാരണം, നമ്മുടെ കയ്യിലും മൂല്യശോഷണം സംഭവിക്കുന്നുവെങ്കിൽ ഈ 2017 അത് ഒന്ന് വൃത്തിയാക്കിയെടുത്താൽ നമ്മളെ പിന്നെ ഉപയോഗിക്കാൻ സാധിക്കും. നേരെ മറിച്ച് ഒരുപാട് ഇത് മൂല്യശോഷണത്തിലേക്ക് വീണ്ടും വീണ്ടും അത് പതിക്കുകയാണെങ്കിൽ പിന്നീട് നമ്മളെ ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് മാറിപ്പോകും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഏറ്റവും ഒടുവിലായി ഇംഗ്ലീഷിൽ ഒരു വാക്യമുണ്ട്. അതിങ്ങനെയാണ്, ചെറുപ്പകാലം മുതലേ കേട്ടുള്ളത്: വെൻ വെൽത്ത് ഈസ് ലോസ്റ്റ്, നത്തിങ് ഈസ് ലോസ്റ്റ്. വെൻ ഹെൽത്ത് ഈസ് ലോസ്റ്റ്, സംതിങ് ഈസ് ലോസ്റ്റ്. വെൻ ക്യാരക്ടർ ഈസ് ലോസ്റ്റ്, എവറിതിങ് ഈസ് ലോസ്റ്റ്. പ്രധാനപ്പെട്ട ഈ വരികൾ നമ്മളെ ഉണർത്തട്ടെ. കവിതകൾ ഇങ്ങനെ പറയുന്നുണ്ട്: നമുക്ക് നാമേ പണിവത് നാഗവും നരകവും അതുപോലെ. 2017 മൂല്യബോധമുള്ള, സ്വർഗം പണിയുന്ന, നമുക്ക് തന്നെ കെട്ടിപ്പടുക്കാൻ കഴിയുന്ന അത്ര മനോഹരമുള്ള സ്വർഗം പണിയുന്ന നല്ല വർഷമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ.